നൂർണി ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ക്യാൻവ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി ക്യാൻവ പേജിലോട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ പോകുന്നത് ക്യാൻവ ഹോം പേജിനകത്താണ്. അതിനകത്ത് ക്രിയേറ്റ് ഡിസൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റെസ്യൂമെ സെർച്ച് ചെയ്തെടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ക്യാൻവ എഡിറ്റർ പേജിനോട്ടിലാണ്. ഇതിനകത്ത് നമുക്ക് റെസ്യൂമെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ടെംപ്ലേറ്റ് സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ സെർച്ച് ചെയ്ത ടെംപ്ലേറ്റിനകത്ത് നമുക്ക് നെയിം മാറ്റി നമുക്കിഷ്ടമുള്ള നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ അഞ്ജലി എന്ന് കൊടുക്കുന്നത് അഞ്ജലി കൃഷ്ണ. അതുപോലെ തന്നെ അതിൻ്റെ ഡെസിഗ്നേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ വെബ് ഡെവലപ്പർ എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ പ്രൊഫൈല് ഡിസ്ക്രിപ്ഷൻ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാം. അതുപോലെ മെയിൽ ഐ ഡിയും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്കിൽസാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഡെസിഗ്നേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസാണ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓൾറെഡി ഉള്ള ആ ഒരു ടെംപ്ലേറ്റിലുള്ള ഡീറ്റെയിൽസൊക്കെ മാറ്റിയിട്ട് നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത്. ഞാൻ സ്കിൽസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ലാംഗ്വേജിൻ്റെ അണ്ടറിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ്, മലയാളം, അറബി എന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ നെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വിത്ത് ഇയർ അവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏത് കമ്പനിയിലാണോ വർക്ക് ചെയ്തത് ആ കമ്പനി ഡീറ്റെയിൽസ്, ഏത് വർഷമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു അതും, അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷനുമാണ് അതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2-3 കമ്പനീസ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനീസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മളിവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ഹിസ്റ്ററിയാണ്. എഡ്യൂക്കേഷൻ ഹിസ്റ്ററിനകത്ത് നമ്മൾ ഏതൊക്കെ കോളേജിലാണോ പഠിച്ചത്, അപ്പോൾ ആ ഒരു കോളേജിൽ നമ്മൾ എന്ത് ഡിഗ്രിയാണോ കംപ്ലീറ്റ് ചെയ്തത് അത് ഏത് വർഷമാണെന്ന് ഉള്ള കാര്യങ്ങളാണ് ആ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിനകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്കില്ല്, അതുപോലെ വർക്ക് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ ലാസ്റ്റായി ചെയ്യുന്നത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യണം. പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ്സിൽ നിന്നും ആ ഒരു ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് കൊണ്ടുവരാവുന്നതാണ്. ഓൾറെഡി ഉള്ള ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അപ്ലോഡ്സിൽ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ നമ്മുടെ ആ ഒരു സ്പേസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് അലൈൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആ ഒരു ലൊക്കേഷനിൽ വരുന്നത് പോലെ തന്നെ അലൈൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമ്മളുടെ ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു റെസ്യൂമെ ഓക്കെ ആണ്, നമുക്ക് പെർഫെക്റ്റ് ആണ് തോന്നുകയാണെങ്കിൽ ആ ഒരു റെസ്യൂമെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഷെയർ വരുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റെസ്യൂമെ നമുക്ക് ഡൗൺലോഡായി നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നതാണ്. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ റെസ്യൂമെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് റെസ്യൂമെ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. നൂർണി ഇൻഫോടെക്കിൻ്റെ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. നമ്മൾ ഇപ്പോൾ പഠിച്ച വീഡിയോയുടെ സമ്മറിയാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കോഴ്സുകൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക.